ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിലെ നിലവിലെ കോവിഡ്-19 സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം കുറവാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 257 ആക്റ്റീവ് കേസുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇന്ത്യയിലെ കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമാണെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യം ഇല്ല എന്നുമാണ് വിലയിരുത്തൽ. അതേസമയം ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ്-19 പുതിയ തരംഗം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുമുണ്ട്. ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലുമാണ് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. പുതിയ ഒമിക്രോൺ ഉപവകഭേദങ്ങളുടെ വ്യാപനമാണ് സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹോങ്കോങ്ങിൽ 10 ആഴ്ചയ്ക്കുള്ളിൽ ആഴ്ചതോറുമുള്ള കോവിഡ് കേസുകളുടെ എണ്ണം 30% വർദ്ധിച്ചത്. സിംഗപ്പൂരിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ 30% വർധനവാണ് ഉണ്ടായത്. ചൈനയിലും തായ്ലാൻഡിലും കോവിഡ്-19 കേസുകളിൽ വർധനവുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇവിടങ്ങളിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. കോവിഡ് പടരുന്നത് തടയാൻ എല്ലായ്പ്പോഴും പൊതുജനങ്ങൾ കർശനമായ വ്യക്തി ശുചിത്വവും പരിസ്ഥിതി ശുചിത്വവും പാലിക്കണമെന്ന് ഹോങ്കോങ് സർക്കാർ നിർദ്ദേശിച്ചു. രോഗികളും പ്രതിരോധശേഷി കുറഞ്ഞവരും 1 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നേരത്തെ അവസാന ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പുതിയതായി വാക്സിൻ എടുക്കണമെന്നാണ് നിർദ്ദേശം. സിംഗപ്പൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. നിലവിൽ കോവിഡ് കേസുകൾ ഉയരുന്നത് ജനങ്ങളുടെ പ്രതിരോധശേഷി കുറയുന്നതുൾപ്പെടെയുള്ള ഘടകങ്ങൾ മൂലമാകാം എന്നാണ് സർക്കാരിൻ്റെ നിഗമനവും. തായ്ലാൻഡിലും കോവിഡ് കേസുകൾ കാര്യമായ വർധനവാണ് ഉണ്ടായത്. രാജ്യത്ത് 71,067 കോവിഡ് കേസുകളാണ് ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 19 പേരാണ് മരണപ്പെട്ടതും. പനി, ചുമ, തൊണ്ടവേദന, ജലദോഷം, മൂക്കടപ്പ്, തുമ്മൽ, തലവേദന, ഛർദി, ശരീരവേദന, ഗന്ധമോ രുചിയോ നഷ്ടപ്പെടുന്ന അവസ്ഥ, ശ്വാസതടസ്സം, കണ്ണിലെ ചുവപ്പ് തുടങ്ങിയവയാണ് കോവിഡിൻ്റെ ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടണം എന്നാണ് പൊതുജനങ്ങൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നതും.